ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇറ്റ്സ് മീ അതുല്യ. ഇതെൻ്റെ ചാനൽ ഗെറ്റ് റെഡി വിത്ത് അതുല്യ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മിനിമൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഒരു സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്ക്. ഈ സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്കിന് അധികം സംഗതികളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് അധികം ഹെവി അല്ലാത്ത എന്നാൽ പിന്നെ നല്ലൊരു നൈറ്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കാണിത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയാണ്, സഹിക്കാൻ പറ്റാത്ത മഴയാണ്. പോരാത്ത ലൈറ്റിങ് ഇഷ്യൂസ് നല്ലോണം ഉണ്ട്. ഞാനിവിടെ കഷ്ടപ്പെട്ടാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. സോ നാച്ചുറൽ ലൈറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. എന്താ അറിയില്ല, ഇന്നത്തെ ഡേ ഇങ്ങനെയായിപ്പോയി. ഈ വീഡിയോ എടുക്കുമ്പോൾ ഡേയ്സും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ചില ഡേയ്സിൽ നൈറ്റ് നൈറ്റ് അല്ല, ഡേ ടൈമിൽ ലൈറ്റ് ഭയങ്കര കുറവായിരിക്കും. ചില സമയത്ത് ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ കുത്തിത്തറച്ച് നമ്മുടെ ഫേസിൽ നമ്മുടെ മേക്കപ്പ് പോലും കാണാൻ പറ്റാത്തൊരു തരത്തിലുള്ള ലൈറ്റിങ് ആയിരിക്കും. പക്ഷെ ഇന്ന് സാരല്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ 2 ക്ലിപ്പൊക്കെ കുത്തി എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. എന്തിനാന്ന് വെച്ചാൽ അറിയാലോ, മുഖത്തേക്ക് നമ്മുടെ ഹെയറൊക്കെ വീണ് അത് ചളകോളാവാതിരിക്കാനും, പിന്നെ ഹെയർ എപ്പോഴും ടൈറ്റ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, അല്ലെങ്കിൽ ഭയങ്കര എല്ലാം മെസ്സായിപ്പോവും. ഓക്കെ, ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ഒന്നുമല്ല. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലേ നമ്മുടെ ഹാൻഡൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ബിക്കോസ് നമ്മളെ കയ്യിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മൾ ഫേസിൽ ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസും കൂടെ നമ്മുടെ ഫേസിൽ നമ്മുടെ പോഴ്സിലൊക്കെ ചെന്ന് പിന്നെ അത് പിമ്പിളായി മാറി നെക്സ്റ്റ് ഡേ ഒക്കെ സീനായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് എന്തായാലും നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എല്ലാ ഫേസിനകത്ത് എല്ലാ സ്കിൻ പ്രെപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ പ്രെപ്പൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ നല്ലൊരു ടോണറൊക്കെ, നല്ല മൈസല വാട്ടർ, അതുപോലെ ഡബിൾ ക്ലെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടോണർ, സ്കിൻ പ്രെപ്പ് ഓൾമോസ്റ്റ് എൻ്റെ ടോണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ജസ്റ്റ് മോയ്സ്ചറൈസർ നമുക്ക് ഈ സ്റ്റേജിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു പ്രൈമറാണ് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, പ്രൈമർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു പോഴ്സ് അതൊക്കെ ഇങ്ങനെ ക്ലോസ് ആവും. അപ്പോൾ നമുക്കൊരു ഫിനിഷ് കിട്ടും, ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. ആ പോഴ്സ് ക്ലോസ് ചെയ്യുക, അതുപോലെ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിനുള്ളതാണ്. ഓക്കെ, ടീ സോൺസിലൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് എനിക്ക് ഓയിലി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. ബാക്കിയൊക്കെ എനിക്ക് നോർമലാണ്, അവിടെ മാത്രം ഇങ്ങനെ ഓയിലി ആയിട്ട് കിടക്കും. ഫിറ്റ്മീൻ്റെ റേഞ്ചിലുള്ള 330 ടോഫി കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഷെയ്ഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പമ്പ് ടോഫി ഷെയ്ഡും ഒരു പമ്പ് മാമാത്തിൻ്റെ ന്യൂഡ് ഗ്ലോയും കൂടെ മിക്സ് ചെയ്തു. മേക്കപ്പ് സ്പഞ്ച് ഞാൻ വെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരും. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു കൺസീലർ യൂസ് ചെയ്യാം. ഇത് ഇൻസൈറ്റിൻ്റെ HD കൺസീലർ ഇൻ ദ ഷെയ്ഡ് MN20 ആണ്. ഞാൻ ഇന്നിവിടെ കളർ കറക്റ്റർ യൂസ് ചെയ്യാതെയാണ് കേട്ടോ കൺസീൽ ചെയ്യുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനെ കണ്ണിൻ്റെ താഴെ, ഐലിഡിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത്. എനിക്ക് കുറച്ച് ബ്രൈറ്റർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ MN20 ഷെയ്ഡ് യൂസ് ചെയ്തത്. ഇനി ഞാൻ മിനി സ്പഞ്ച് വെച്ചിട്ട് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യാണ്. ഇപ്പം നമുക്ക് കൺസീലർ കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ അണ്ടർ ഐയും നമ്മുടെ അപ്പർ ലിഡ് ഏരിയ എല്ലാം കംപ്ലീറ്റ് ബ്ലെൻഡായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു 9 കളർ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ടുള്ള പാലറ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സട്ടിൽ ഒരു സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പാലറ്റ് മാത്രം മതി നമുക്ക്. സോ നമുക്ക് ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കാം. അതിനൊരു
ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു പീച്ച് ഷെയ്ഡ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ പാലറ്റ് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോർണേഴ്സിനകത്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഒരു ഡ്യുവൽ ഷെയ്ഡ് പോലെ വന്നില്ലേ? ഇങ്ങനെ നമുക്ക് രണ്ട് കണ്ണിലും അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമ്മുടെ ഐലിഡ്സിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ്, ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാം. സോ ഞാനിവിടെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് സ്പൂളിൽ വെച്ചിട്ട് ജസ്റ്റ് കോംബ് ചെയ്തതിന് ശേഷം ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് മാർസിൻ്റെ പോപ്പ് സ്റ്റാർ ലിപ്സ്റ്റിക്കാണ്, ഇൻ ദ ഷെയ്ഡ് ഗ്ലൈഡഡ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു റെഡ് കളർ സംഭവം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതൊന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ താരം, ഇന്നത്തെ താരം. ഓക്കെ, അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി ഐ മേക്കപ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു ജസ്റ്റ് നമ്മുടെ ഐസ് ഒന്ന് ചെറിയൊരു രീതിയിലേക്ക് ഒന്ന് വിങ്സ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ മാൾസിൻ്റെ ഒരു മസ്കാരയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മസ്കാര ഭയങ്കര വോളിമനൈസിങ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. ഭയങ്കര രസമാണ്. അതിട്ട് കഴിഞ്ഞാൽ എനിക്ക് ലാഷസ് അധികം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സോ എനിക്കത് ഇടുമ്പോൾ ഭയങ്കര ലാഷസ് ഉള്ള പോലെ ഭയങ്കര വോളിമനൈസ്ഡ് ആയിട്ടുള്ളൊരു ലുക്ക് എനിക്ക് കിട്ടും. സോ ഇതാണ് മാൾസിൻ്റെ എൻ്റെ മസ്കാര. ഓക്കെ, ആൻഡ് ഫൈനലായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫേസ് ഒന്ന് കോമ്പാക്റ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് കോമ്പാക്റ്റ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ, ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, നിങ്ങൾ അറിയുള്ളൂ ഈ വീഡിയോ ഇട്ടു എന്നുള്ളത്. സോ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും പറയണം. ഓക്കെ, ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ബൈ.